എന്നാണ് ഒരു കവി പുറത്തേക്ക് വന്നത്? കുട്ടിക്കാലം മുതൽ ഈ പുരാണങ്ങളും അതിൻ്റെ കഥകളും അതിൻ്റെ ആലാപനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള സന്ദർഭം. അതുപോലെ തന്നെ ഈ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പടയണിയുടെ ആശാന്മാരായിരുന്നു അച്ഛനും അച്ഛൻ്റെ കാരണവന്മാരും അവരൊക്കെ. അപ്പോൾ പടയണിപ്പാട്ടും അതിൻ്റെ താളവും അതിൻ്റെ തപ്പുതാളവും അതാണ് ചെറുപ്പത്തിൽ മനസ്സിൽ അതെ, സ്വാധീനിച്ചത്. അതിങ്ങനെ മുഴങ്ങി അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറയാറുണ്ട്, എന്നെ ഈ അമ്മയുടെ പ്രാർത്ഥനയും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെയുണ്ട്. ഈ അമ്മയെ ഒരു പ്രാർത്ഥനയായിട്ടും അച്ഛനെ താളമായിട്ടും അതിനകത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു കവി ഈ പടയണിയുടെ താളവും അതിൻ്റെ ഒരു ചടുലതയൊക്കെയാണ് പിന്നീട് കവിതകളിലും അതെ അത് ഈ പടയണി താളം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ താളമാണ്. എങ്ങനെയാണ് ആ പടയണി പാട്ടുകൾ? പടയണിപ്പാട്ട് പല ഏറ്റവും കൂടുതൽ താളബദ്ധമായിട്ടുള്ളത് പടയണിപ്പാട്ടുകളാണ്. കുഞ്ചതമ്പിയാവരെ പോലും സ്വാധീനിച്ചിട്ടുള്ളത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പാട്ടിലൊക്കെ ഈ പടയണി താളങ്ങളാണ്. ഇതാണ് എനിക്ക് ആകെയുള്ളൊരു കാവ്യ സംസ്കാരം എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് വെച്ചപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള വസ്തുക്കളെക്കുറിച്ചൊക്കെ ഞാൻ ചിലതൊക്കെ എഴുതാൻ തുടങ്ങി. ഇപ്പോൾ അമ്മയുടെ അച്ഛനുണ്ടായിരുന്ന ഒരു സന്യാസി, അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. ഒരു ഭയങ്കര ഒരു നല്ല സന്യാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ചിലത്, പിന്നെ ഈ കീർത്തനങ്ങൾ തന്നെ. ആ കവിത ഓർക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ ഓർക്കുന്നില്ല അതൊന്നും. പിന്നെ ഈ ദശാവതാരം ഒക്കെ കീർത്തനങ്ങളായിട്ട് എഴുതാൻ ആദ്യം ശ്രമിച്ചു. അത് കുറച്ചൊക്കെ എഴുതി, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അത് സൂക്ഷിച്ച് വെച്ചിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള കൂട്ടുകാരെക്കുറിച്ചൊക്കെ എഴുതും, എന്നെ പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചൊക്കെ എഴുതും. അങ്ങനെയാണോ? അത് അങ്ങനെയാണ് തുടക്കം.